നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോതകുളത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പട്ടാട്ട് രാജൻ അധ്യക്ഷത വഹിച്ചു. VR ബാബു, രാജിഷ ശിവജി, KK കിഷോർ, KS ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഏകദേശം ജനുവരി 31-ാം തീയതി രാജസ്ഥാനിലെ മുഖ്യമന്ത്രിക്കെതിരായും അതുപോലെ തന്നെ ആസൂത്രിതമായി EDA ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഫണ്ടുകൾ മരവിപ്പിക്കാനും, എന്തിനേറെ പറയുന്നു, ഡൽഹിയിലെ മുഖ്യമന്ത്രി കേജ്രിവാളിനെ പോലും മദ്യനയത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും EDA ഉപയോഗിച്ചുകൊണ്ട് നിഷ്ഠൂരമായ ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കം അവരുടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. EDയുടെ തെറ്റായ പ്രവണതയ്ക്കെതിരെ LDF ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ LDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, പ്രസിഡന്റ് മണി നാട്ടിക, ട്രഷറർ വിജയരാഘവൻ തട്ടുപറമ്പിൽ, ബിജു കുയിലംപറമ്പിൽ, രജനി ബാബു, PSP നസീർ, അനിലൻ കൊടപ്പുളി എന്നിവർ സംസാരിച്ചു. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി. LDF താന്യം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് MV മുകേഷ്, MV സുരേഷ്, AK അനിൽകുമാർ, അഡ്വക്കേറ്റ് PR ഷിനോയ്, NA പീതാംബരൻ, മദനമോഹനൻ മാസ്റ്റർ, KC ബൈജു, സീന അനിൽകുമാർ, സതി ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 50-ലധികം ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിൻ്റെ ഇപ്പോൾ BJP ആയി മാറുന്നത്, മുഖ്യമന്ത്രിമാരും MLA-മാരും MP-മാരും ഉൾപ്പെടെ BJP ആയി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പണം കൊടുത്താൽ, ഭീഷണിപ്പെടുത്തിയാൽ അവർ BJP ആയി മാറും എന്നുള്ളതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ചെങ്കൊടി പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ അവരൊന്നും പാർട്ടി മാറുകയില്ല എന്നുള്ളത് കൊണ്ടും രാഷ്ട്രീയമായി ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയം സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടും തൃശ്ശൂരിനകത്ത് നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വന്നത്. ഇനിയും വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ തൃശ്ശൂരിനകത്ത്, തൃശ്ശൂരിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP പച്ച തൊടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും പച്ചക്കള്ളങ്ങളുമായി ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരികയും. തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പര്യടനത്തോടനുബന്ധിച്ച് വാടനപ്പള്ളി UDF സ്ഥാനാർത്ഥി K മുരളീധരന് തൃത്തല്ലൂർ ഏംഗൽസ് നഗറിൽ സ്വീകരണം നൽകി. K മുരളീധരൻ മുഖ്യപ്രസംഗം നടത്തി. പ്രതിപക്ഷം വേണ്ട എന്ന് പറയുന്നത് സ്വേച്ഛാധിപതിയാണ്. ആ സ്വേച്ഛാധിപതിയായി നരേന്ദ്രമോദി മാറിയിരിക്കും. പൗരത്വ നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് മുസ്ലിം ജനവിഭാഗത്തിലെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ നോക്കി. അതുപോലെ തന്നെ മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കുമ്പോൾ മണിപ്പൂരിൽ കാലെടുത്ത് വയ്ക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാക്കി. അപ്പോൾ ഈ രാജ്യം നശിക്കാതിരിക്കണം. ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ ഈ രാജ്യത്തിന് ഭരണമാറ്റം ആവശ്യമാണ്. ആ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി വോട്ട് ചെയ്തത്. ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് UDF വോട്ട് ചെയ്തത്. കാരണം UDFിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിലാക്കുന്നതാണ്. എന്നാൽ LDFിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയായി വരുമെന്ന്. കാരണം അവർക്ക് കേരളത്തിൽ ചില ഹിഡൻ അജണ്ടകൾ. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പരിശോധിച്ചാൽ അദ്ദേഹം നരേന്ദ്രമോദി എന്നൊരു വാചകം പറയുന്നില്ല. അദ്ദേഹം മുഴുവൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, കോൺഗ്രസിനെ വിമർശിക്കുന്നു. ഒരു വ്യക്തമായ നയമില്ലാത്ത പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി. സമീർ, ഹംസ, ഉണ്ണികൃഷ്ണൻ PV, രഘുനന്ദൻ വാഴപ്പുള്ളി, ഉസ്മാൻ PK എന്നിവർ നേതൃത്വം നൽകി. ജനകീയ ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് അടക്കുന്നതും സർവീസ് റോഡിന്റെ ആവശ്യകതയും സംബന്ധിച്ച് നിവേദനവും നൽകി. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന പ്രമേയവുമായി SYS തൃപ്രയാർ സോൺ സാമൂഹികം ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാടനപ്പള്ളി ഇസ്രയേൽ ഭിന്നശേഷി സംഗമവും പെരുന്നാൾ സാന്ത്വനവും സംഘടിപ്പിച്ചു.
ചേർപ്പ്, വലപ്പാട്, തളിക്കുളം, വാടനപ്പള്ളി സർക്കിളുകളിൽ നിന്നും അർഹരായ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് പെരുന്നാൾ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. സയ്യിദ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. സോൺ സാമൂഹികം പ്രസിഡന്റ് ഷഫീർ ഫാളിലി അധ്യക്ഷത വഹിച്ചു. സോൺ ഓർഗനൈസിംഗ് സെക്രട്ടറി MA ആദിൽ, സാമൂഹികം സെക്രട്ടറി RA ഉവൈസ്, EA അസ്ലം, സലീം മുസ്ലിയാർ, ഖാലിദ് കൊല്ലങ്കോട് എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത ഭിന്നശേഷി അംഗങ്ങളുടെ പെൺകുട്ടികൾക്ക് ഇസ്ര വിമൻസ് കോളേജിൽ സൗജന്യ പഠനത്തിനുള്ള അവസരം നൽകുമെന്ന് ഇസ്ര സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഹുസൈൻ തങ്ങൾ പ്രഖ്യാപിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടെയാണ് അന്തിമ പട്ടികയായത്. ഒരാൾ മാത്രമാണ് പത്രിക പിൻവലിച്ചത്. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നവും തൃശൂർ മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണതേജ അനുവദിച്ചു. സ്ഥാനാർത്ഥികളുടെ പേര്, പാർട്ടി ചിഹ്നം എന്നിവ ഇനി പറയും വിധമാണ്. അംഗീകൃത ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ: അഡ്വക്കേറ്റ് PK നാരായണൻ, ബഹുജൻ സമാജ് പാർട്ടി ആന; K മുരളീധരൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈ; അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ധാന്യക്കതിരും അരിവാളും; സുരേഷ് ഗോപി, ഭാരതീയ ജനതാ പാർട്ടി താമര. കൂടാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇനി പറയുന്നു: ദിവാകരൻ പള്ളത്ത്, ന്യൂ ലേബർ പാർട്ടി മോതിരം. മറ്റ് സ്ഥാനാർത്ഥികൾ: MS ജാഫർ ഖാൻ, സ്വതന്ത്രൻ, കരിമ്പു കർഷകൻ; ജോഷി വില്ലടം, സ്വതന്ത്രം, തെങ്ങിൻ തോട്ടം; പ്രതാപൻ, സ്വതന്ത്രൻ, ബാറ്ററി ടോർച്ച്; സുനിൽകുമാർ, സ്വതന്ത്രൻ, ക്രെയിൻ എന്നിവരാണ് അന്തിമമായി മത്സരരംഗത്തുള്ളത്. തിരഞ്ഞെടുപ്പ് നിയമന ഉത്തരവ് വിതരണം ഇന്ന് പൂർത്തിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ രണ്ടാം റാൻഡമൈസേഷന് ശേഷമുള്ള നിയമന ഉത്തരവ് ഓർഡർ സോഫ്റ്റ്വെയറിലുള്ള ലോഗിനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓഫീസ് മേധാവിമാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതും ഓർഡർ വെബ്സൈറ്റിൽ വിതരണം ചെയ്ത വിവരം രേഖപ്പെടുത്തേണ്ടതുമാണ്. നിയമന ഉത്തരവുകൾ ഇന്ന് 2-നകം പൂർണ്ണമായി വിതരണം ചെയ്ത് വിവരം ഓർഡർ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യണം. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസുകൾ ഏപ്രിൽ 11-ന് ആരംഭിക്കുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ 1-ാം നമ്പർ പാലത്തിന്റെ കൈവരികൾ ഭാഗികമായി തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. 2022-ൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ നിലയിലായിരുന്നു പാലം. തുടർന്ന് 60.6 ലക്ഷം രൂപ ചെലവിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ പാലത്തിലാണ് ഇപ്പോൾ ഭാഗികമായി കൈവരി തകർന്നത് അപകട ഭീഷണി ഉയർന്നിട്ടുള്ളത്. ദിനംപ്രതി നിരവധി വാഹനങ്ങളും കാൽനട യാത്രികരും ഉപയോഗിച്ചു വരുന്ന പാലമാണ് ഇത്. നിയന്ത്രണം തെറ്റിയ വാഹനങ്ങൾ ഇടിച്ച് തകർന്ന കൈവരികൾക്കിടയിലൂടെ ഏതു നിമിഷവും താഴെ വെള്ളത്തിലേക്ക് വീഴാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പാലത്തിന്റെ ബീമുകളിൽ സമയബന്ധിതമായി പെയിന്റ് ചെയ്യാത്തത് മൂലം തുരുമ്പെടുക്കുന്ന നിലയിലുമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയും ഇതിന് കാരണമാകുന്നുണ്ടെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. പുത്തൻപീടിക പുളിപ്പറമ്പിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, അഷ്ടനാഗക്കളം, കളമെഴുത്ത് എന്നിവ നടന്നു. തുടർന്ന് സർപ്പംപാട്ടും നൃത്തവും നടന്നു. ഉച്ചയ്ക്ക് ശംഖുമുത്തപ്പന് രൂപക്കളവും നടന്നു. കരിപ്പായി സുനിൽ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4-ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം നടത്തും. തുടർന്ന് പാട്ടും നൃത്തവും ഉണ്ടായിരിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകളുടെ പരിശോധന ഏപ്രിൽ 12, 18, 23 തീയതികളിൽ നടക്കും. രാവിലെ 10 മുതൽ കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് ഹാളിലാണ് പരിശോധന. സ്ഥാനാർത്ഥികളോ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഏജന്റുമാരോ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർദ്ദേശിച്ചു. നാട്ടാന പരിപാലനം ജില്ലാതല മോണിറ്ററിംഗ് സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആനകളുടെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരെ നിയോഗിക്കും. എഴുന്നള്ളിപ്പ് ദിവസങ്ങളിൽ മയക്കുവെടി വിദഗ്ധരുടെ 3 സ്ക്വാഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. കടുത്ത വേനലിൽ ആനകളുടെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തണം. തണുപ്പ് നിലനിർത്തുന്നതിന് നിലത്ത് ചാക്കിട്ട് ഇടയ്ക്കിടെ വെള്ളം നനയ്ക്കണം. മതിയായ വിശ്രമം, ഭക്ഷണം, വെള്ളം എന്നിവ ഉറപ്പാക്കും. തണ്ണിമത്തൻ, കരിമ്പ് തുടങ്ങിയവ ധാരാളം നൽകണം. പൂരത്തോടനുബന്ധിച്ച് ആനകൾക്ക് അടിയന്തര ചികിത്സ ആവശ്യമായി വന്നാൽ നൽകാനുള്ള സൗകര്യവും ഒരുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ആനപ്പാപ്പാന്മാർ, കമ്മിറ്റിക്കാർ, ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ ആൽക്കോമീറ്റർ ഉപയോഗിച്ച് കർശന പരിശോധന നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനും വ്യക്തമാക്കി.
ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.